നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എലമെൻസിനെ കുറിച്ചും ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചും ഐസോടോപ്പ്, ഐസോബാർ, ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ എലമെൻസ് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നമ്മൾക്കറിയാം എലമെൻസ് കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യും? കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അതുപോലെ ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നറിയാം അല്ലേ. എന്തിനു വേണ്ടിയിട്ട് ഇവരിങ്ങനെ കമ്പൈൻ ചെയ്യുന്നത്? അപ്പം എല്ലാ എലമെൻസും കമ്പൈൻ ചെയ്യുന്നത് അതിനൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അൺസ്റ്റേബിൾ ആയിരിക്കുമ്പോൾ, സ്റ്റെബിലിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് എലമെൻസ് എല്ലാം പോയി റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഈ എലമെൻസ് സ്റ്റേബിൾ അല്ലാതിരിക്കുന്നത്, അതായത് ഒരു എലമെൻസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരണം. 8 ഇലക്ട്രോൺസ് ഇല്ലാത്ത എലമെൻസ് എല്ലാം എന്ത് എലമെൻസാണ്? അൺസ്റ്റേബിൾ എലമെൻസാണ്. എപ്പോഴും ഒരു എലമെൻസിൻ്റെ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനാണ്. എപ്പോഴാണ് സ്റ്റെബിലിറ്റി കിട്ടുന്നത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുമ്പോഴാണ്. അപ്പോൾ ഒരു എലമെൻറ്റ് സ്റ്റേബിൾ ആകണമെങ്കിൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരണം. നിങ്ങൾ പീരിയോഡിക് ടേബിളിലെ 18ാമത്തെ ഗ്രൂപ്പ് ഒന്ന് നോക്കിക്കേ. ആ 18ാമത്തെ ഗ്രൂപ്പിൽ നിയോണിൻ്റെ, ആർഗണിൻ്റെ, ക്രിപ്റ്റോണിൻ്റെ, സെനോണിൻ്റെയും റെഡോണിൻ്റെയും ഒക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. ഈ എലമെൻറ്റ്സ് നിങ്ങൾ എവിടെയെങ്കിലും കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇതെല്ലാം സ്റ്റേബിൾ എലമെൻസാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഈ എലമെൻറ്റ്സ് ഒന്നും പോയി കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. ഇതെല്ലാം സ്റ്റേബിൾ എലമെൻസാണ്. നമ്മൾ പറഞ്ഞു അൺസ്റ്റേബിൾ ആകുമ്പോഴെന്ത് ചെയ്യുന്നത്? കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ എലമെൻസിനെ നമ്മൾ ഇനേർട്ട് ഗ്യാസ്, നോബിൾ ഗ്യാസ്, ഇനേർട്ട് ഗ്യാസ് എന്ന് വിളിക്കുന്നത്. അതായത് ഇത് പോയി കെമിക്കൽ റിയാക്ഷനിൽ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല, ഇനേർട്ടാണ്. പക്ഷേ ഹീലിയത്തിൻ്റെ കേസ് നോക്കിക്കേ. ഹീലിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാണ് ഉള്ളത്? 2 ഇലക്ട്രോൺസ്. പക്ഷേ ഇവിടെ ഹീലിയം സ്റ്റേബിളാ. കാരണം എന്താ? ഹീലിയത്തിന് ഒറ്റ ഷെല്ലേ ഉള്ളൂ, കെ ഷെല്ല് മാത്രം. n=1, അതായത് കെ ഷെല്ല് മാത്രമേ ആർക്കുള്ളൂ? ഹീലിയത്തിനുള്ളൂ. കെ ഷെല്ലിൽ മാക്സിമം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? 2 ഇലക്ട്രോൺസ്. ആ 2 ഇലക്ട്രോൺസ് ഹീലിയത്തിനുണ്ട്. ഹീലിയം കംപ്ലീറ്റ്ലി ഫിൽഡാ. ഫസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ്. അപ്പോൾ ഹീലിയം എന്താ ഇവിടെ? സ്റ്റേബിളാണ്. അപ്പം ഒരു എലമെൻറ്റ് എപ്പോഴാണ് സ്റ്റേബിൾ ആകുന്ന? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരണം. പക്ഷേ ഹീലിയത്തിൻ്റെ കേസിൽ ഒറ്റ ഷെല്ലേ ഉള്ളൂ, ആ ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡും ആണ്. അതായത് ഡബ്ലറ്റ് കോൺഫിഗറേഷൻ അല്ലേ. അപ്പോൾ ഹീലിയം ഇവിടെ എന്താ? സ്റ്റേബിളാണ്. ഹീലിയത്തിൻ്റെ കേസിൽ 2 ഇലക്ട്രോൺ വരുമ്പോൾ സ്റ്റേബിൾ ആവും. ബാക്കി എല്ലാത്തിനകത്ത് എത്ര ഇലക്ട്രോൺസാണ്? 8 ഇലക്ട്രോൺസ് അല്ലേ. അപ്പം ഇങ്ങനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഒക്റ്ററ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഒക്റ്ററ്റ് എന്ന് വെച്ചാൽ എന്താ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ എപ്പോഴും ഒരു എലമെൻറ്റിൻ്റെ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഒക്റ്ററ്റ് റൂൾ സാറ്റിസ്ഫൈ ചെയ്യാൻ, ദാറ്റ് ഈസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരണം എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യാനായിരിക്കും എപ്പോഴും ഒരു എലമെൻറ്റിൻ്റെ ടെൻഡൻസി എന്ന് പറയുന്നത്. ഇനി നോബിൾ ഗ്യാസ് എന്താ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്, അത് സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് അതെന്ത് ചെയ്യത്തില്ല? കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. ഹീലിയത്തിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു ഒറ്റ ഷെല്ലേ ഉള്ളൂ, മാക്സിമം 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഷെല്ലിനകത്ത്. ഹീലിയത്തിന് ഓൾറെഡി 2 ഇലക്ട്രോൺസ് ഉണ്ട്, ദാറ്റ് ഈസ് സ്റ്റേബിൾ. ഇനി അവിടെ കുറച്ച് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ. മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 2. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ മഗ്നീഷ്യം എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോൺസിനെ ആർക്കെങ്കിലും കൊടുത്താൽ മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താവും? 2, 8 ആകും. അപ്പോൾ മഗ്നീഷ്യം സ്റ്റേബിൾ ആയില്ലേ. ഇനി ഓക്സിജൻ നോക്കിക്കേ. 8 അറ്റോമിക് നമ്പർ 8. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 6. അപ്പോൾ ഓക്സിജൻ്റെ ടെൻഡൻസി എന്തോ? ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് 2 ഇലക്ട്രോണിനെയും കൂടെ വാങ്ങിയ ഓക്സിജൻ എന്താ? 2, 8 ആകും. അപ്പോൾ ഓക്സിജൻ എന്തോ? കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് 2 ഇലക്ട്രോണിനെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. സോഡിയം നോക്കിക്കേ. അറ്റോമിക് നമ്പർ 11, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട് ഇല്ലേ. അപ്പോൾ സോഡിയം എന്ത് ചെയ്യും? ഈ 1 ഇലക്ട്രോണിനെ ആർക്കെങ്കിലും കൊടുത്താൽ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8 ആകില്ലേ. അതിന് വേണ്ടിയിട്ട് സോഡിയം എന്ത് ചെയ്യും? ഈ 1 ഇലക്ട്രോണിനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ക്ലോറിൻ അറ്റോമിക് നമ്പർ 17, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7. അപ്പം ക്ലോറിന് സ്റ്റേബിൾ ആകണമെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തോ വേണം? 8 വേണ്ടേ. ഇവിടെ 7 അല്ലേ ഉള്ളൂ. അപ്പോൾ 1 ഇലക്ട്രോണിനും കൂടെ വേണം അല്ലേ. 1 ഇലക്ട്രോണിനും കൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ക്ലോറിൻ പോയി എന്തോ ചെയ്യും? കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും.
അങ്ങനെയാണ് ഇതൊക്കെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്. അതായത് എപ്പോഴും ഒരു ആറ്റം സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്ന എപ്പോഴും ഔട്ടർ മോസ്റ്റ് ഷെല്ല് 8 ഇലക്ട്രോൺസ് വരുന്നതിന് വേണ്ടിയിട്ട്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്നതിന് വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യും, വേറെയുള്ള എലമെന്റ്സുമായിട്ട് വേറെയുള്ള ആറ്റംസായിട്ട് പോയി റിയാക്ട് ചെയ്യില്ലേ, അങ്ങനെ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യും, ഒരു ബോണ്ട് ഫോം ചെയ്യും. ഇലക്ട്രോൺസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തോ ഇലക്ട്രോൺസ് 8 ഔട്ടർ മോസ്റ്റ് ഷെല്ല് 8 ഇലക്ട്രോൺസ് വരുന്നതിന് വേണ്ടിയിട്ട് അതൊരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്ത്. കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്, 8 ഇലക്ട്രോൺസ് വരുന്നതിന് വേണ്ടിയിട്ട് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതെന്തോ കെമിക്കൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇനി ഒരു മോളിക്യൂളിനകത്ത് ആറ്റത്തെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഈ ആറ്റം കമ്പൈൻ ചെയ്ത് ഒരു ബോണ്ട് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്ത് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ഫോം ചെയ്തു. ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ഫോം ചെയ്യുന്നു. ഈ മോളിക്യൂളിനകത്ത് ആറ്റത്തെ ചേർത്ത് നിർത്തുന്ന ഹോൾഡ് ചെയ്ത് നിർത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ബോണ്ടിങ്. അതായത് നമ്മൾ കുറേ കെമിക്കൽ ബോണ്ട് പഠിക്കും ഇതിനകത്ത്. ഫസ്റ്റ് പഠിക്കുന്ന ബോണ്ട് അയോണിക് ബോണ്ടിങ്. അയോണിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വേണം ഇല്ലേ. നമുക്ക് ഒന്നുകിൽ 8 ഇലക്ട്രോൺസ് വരെ ഇലക്ട്രോൺസിനെ ആർക്കെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ആരുടെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്ക് 8 ഇലക്ട്രോൺസ് വരുത്താം. അപ്പം അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയേ, സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്ര, 11. സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 1 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ സോഡിയം വിചാരിക്കുക, എൻ്റെ കയ്യിലുള്ള ഈ 1 ഇലക്ട്രോണിനെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ സ്റ്റേബിൾ ആയിരുന്നു. അതേസമയം ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 7 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. അപ്പോൾ ക്ലോറിൻ ചിന്തിക്കുക, 1 ഇലക്ട്രോണിനെയും കൂടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിയിരുന്നു എങ്കിൽ എൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയേനെ, ഞാൻ സ്റ്റേബിളാണ്. അപ്പോൾ സോഡിയം എന്തോ 1 ഇലക്ട്രോൺസ് ആർക്കെങ്കിലും കൊടുക്കാൻ നിൽക്കുന്ന ആളാണ്. ക്ലോറിൻ എന്തുവാ 1 ഇലക്ട്രോണിനെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങാൻ നിൽക്കുന്നയാൾ. അപ്പോൾ ഇവർ രണ്ടുപേരും അടുത്തടുത്ത് വരിക. അപ്പോൾ സോഡിയം പറയുക, എൻ്റെ കയ്യിലുള്ള 1 ഇലക്ട്രോണിനെ ഞാൻ നിനക്ക് തരാം. അപ്പോൾ ക്ലോറിന് എന്തോ സന്തോഷമായില്ലേ, ക്ലോറിന് എന്തായാലും 1 ഇലക്ട്രോണിനെ വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്. അപ്പോൾ സോഡിയത്തിൻ്റെ കയ്യിൽ നിന്ന് 1 ഇലക്ട്രോണിനെ ആര് വാങ്ങുന്നു, ക്ലോറിൻ വാങ്ങുന്നു. അപ്പോൾ സോഡിയം 1 ഇലക്ട്രോണിനെ കൊടുക്കുമ്പം 2 8 ആവും. സോഡിയത്തിൻ്റെ കയ്യിലുള്ള 1 ഇലക്ട്രോണിനെ വാങ്ങുമ്പോൾ 2 8 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 എന്തായിട്ട് മാറും, 8 ആയിട്ട് മാറും അല്ലേ. ഇനി എപ്പോഴും ഇലക്ട്രോണിനെ ലോസ് ചെയ്യുമ്പോൾ ഒരു ആറ്റത്തിന് കിട്ടുന്ന ചാർജ് പോസിറ്റീവും 1 ഇലക്ട്രോണിനെ വാങ്ങുമ്പോൾ ആറ്റത്തിന് കിട്ടുന്ന ചാർജ് നെഗറ്റീവും ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, സോഡിയം 1 ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കുന്നു. അപ്പോൾ സോഡിയത്തിൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. 1 ഇലക്ട്രോണിനെ സോഡിയത്തിൻ്റെ കയ്യിൽ നിന്ന് ലോസ് ചെയ്യുന്നു, അതാണ് പോസിറ്റീവ് ചാർജ്. ക്ലോറിൻ 1 ഇലക്ട്രോണിനെ സോഡിയത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, അതാണ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ നമ്മൾ ഡോട്ട് സ്ട്രക്ചർ ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. അവിടെ 1 സോഡിയത്തിന് മുകളിൽ ഒരു കുത്ത് കണ്ടോ, അതെന്ന് വെച്ചാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ, ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ. ആഫ്റ്റർ ദി കെമിക്കൽ റിയാക്ഷൻ നടന്നതിന് ശേഷം സോഡിയത്തിൻ്റെ കയ്യിൽ നിന്ന് 1 ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു, അതാണ് ആ പോസിറ്റീവ് ചാർജ്. അപ്പോൾ 2 8 ആയിട്ട് മാറും അല്ലേ. ക്ലോറിൻ എന്തോ ചെയ്യും, സോഡിയത്തിൻ്റെ കയ്യിലുള്ള ആ ഇലക്ട്രോണിനെ ക്ലോറിൻ വാങ്ങും. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിട്ട് മാറും, 2 8 8 ആയിട്ട് മാറും, അതാണ് നെഗറ്റീവ് ചാർജ്. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ വാങ്ങുന്നു, അതാണ് നെഗറ്റീവ് ചാർജ്. ഇനി നോക്കിക്കുക ടേബിള്. സോഡിയം ബിഫോർ ദ കെമിക്കൽ റിയാക്ഷന് മുമ്പിട്ട് സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരുന്നു, 2 8 1. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 11 ഇലക്ട്രോൺ ഉണ്ട്. എത്ര പ്രോട്ടോൺ ഉണ്ട്, 11 പ്രോട്ടോൺ ഉണ്ട്. ചാർജ് വല്ലതും ഉണ്ടോ, ചാർജ് ഒന്നും ഇല്ല അല്ലേ. കെമിക്കൽ റിയാക്ഷന് മുമ്പിട്ട് സോഡിയത്തിന് ചാർജ് ഒന്നുമില്ല. ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ സോഡിയം എന്തോ 1 ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കുമ്പോൾ സോഡിയത്തിൻ്റെ കയ്യിൽ നിന്ന് 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടില്ലേ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ. പിന്നെ അവിടെ എത്ര ഉണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താവും, 2 8 ആയിട്ട് മാറും. സോഡിയം സ്റ്റേബിളായി അല്ലേ. അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, 1 ഇലക്ട്രോണിന് ക്ലോറിന് കൊടുത്തില്ലേ, അപ്പം ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ടോ, 11 ഉണ്ടോ, ഇല്ല. 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, 10 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്, 10 പ്രോട്ടോൺ. അപ്പം ഇനി 1 ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടപ്പോൾ കിട്ടിയ ചാർജ് പോസിറ്റീവ് ചാർജ്, അതാണ് ആ പോസിറ്റീവ്. ഇനി ക്ലോറിൻ നോക്കിക്കേ, കെമിക്കൽ റിയാക്ഷന് മുമ്പിട്ട് 17 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 7 ആയിരുന്നു, ചാർജ് ഒന്നുമില്ല. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ സോഡിയത്തിൻ്റെ കയ്യിൽ നിന്ന് 1 ഇലക്ട്രോൺ ക്ലോറിൻ വാങ്ങുന്നു. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിട്ട് മാറുന്നു, 2 8 8 ആയിട്ട് മാറുന്നു. അറ്റോമിക് നമ്പർ എന്തായിട്ട് മാറുന്നു, അതായത് പിന്നെ കെമിക്കൽ റിയാക്ഷൻ നടന്നതിന് ശേഷം നടക്കുമ്പോൾ എന്തു ചെയ്യും,
സോഡിയത്തിൻ്റെ കയ്യിൽ നിന്ന് 1 ഇലക്ട്രോൺ ക്ലോറിൻ വാങ്ങും അല്ലേ. അപ്പോൾ 17 ഇലക്ട്രോൺ എന്നുള്ളത് എന്തായിട്ട് മാറും? 18 ഇലക്ട്രോൺ ആയിട്ട് മാറും. ചാർജ് ഉണ്ടോ? ചാർജ് കെമിക്കൽ റിയാക്ഷന് മുമ്പിട്ട് ചാർജ് ഇല്ല. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ സോഡിയത്തിൻ്റെ കയ്യിൽ നിന്ന് 1 ഇലക്ട്രോൺ ക്ലോറിൻ വാങ്ങി ഇല്ലേ. ക്ലോറിൻ വാങ്ങുമ്പോൾ ലഭിക്കുന്ന ചാർജ്, വാങ്ങുമ്പോൾ കിട്ടുന്ന ചാർജ് ഏതാ? നെഗറ്റീവ് ചാർജ്. ക്ലോറിന് 1 ഇലക്ട്രോൺ വാങ്ങി 1 നെഗറ്റീവ് ചാർജ് കിട്ടി. ഇനി അതായത് പിന്നെ അല്ലാതെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? സോഡിയം ഗീവ്സ് Na++1 ഇലക്ട്രോൺ. അതായത് സോഡിയം എന്ന് പറയുന്നത് 1 ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് Na+ ആയിട്ട് മാറുന്നു. +1 ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു. ക്ലോറിൻ എന്തോ ചെയ്യുന്നു? ക്ലോറിൻ 1 ഇലക്ട്രോണിനെ വാങ്ങുന്നു. അതാണ് Cl+1 ഇലക്ട്രോൺ. 1 ഇലക്ട്രോണിനെ വാങ്ങുമ്പോൾ ലഭിക്കുന്ന ചാർജ് നെഗറ്റീവ് ചാർജ്. 1 ഇലക്ട്രോണിന് വാങ്ങിയതുകൊണ്ട് Cl, 1 Cl-. മനസ്സിലാവോ? അപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് സോഡിയം ആറ്റം ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുകയും Na+ ആയിട്ട് മാറുകയും ചെയ്യും. എപ്പോഴും നമ്മൾ പോസിറ്റീവ് ചാർജുള്ള അയോൺസിനെ വിളിക്കുന്ന പേരാണ് കാറ്റയോൺസ്. നെഗറ്റീവ് ചാർജുള്ള അയോൺസിനെ വിളിക്കുന്ന പേരാണ് ആനയോൺ. ഇവിടെ സോഡിയം എന്തോ ചെയ്യും? 1 ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറും. അതിനെ Na+ എന്ന് വിളിക്കും. അതായത് കാറ്റയോൺ. സോഡിയമാണ് ഇവിടെ കാറ്റയോൺ, പോസിറ്റീവ് ചാർജുള്ള അയോൺ. ക്ലോറിൻ എന്തോ ചെയ്യും? 1 ഇലക്ട്രോണിനെ വാങ്ങി നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും ഇല്ലേ. Cl-. നെഗറ്റീവ് ചാർജുള്ള അയോൺസിനെ വിളിക്കുന്ന പേരാണ് ആനയോൺ. അപ്പോൾ പോസിറ്റീവ് അയോൺസിനെ കാറ്റയോൺ എന്നും നെഗറ്റീവ് അയോൺസിനെ ആനയോൺ എന്നും വിളിക്കുന്നു. ഇവിടുത്തെ കേസ് നോക്കിയേ, സോഡിയം ക്ലോറൈഡിൻ്റെ കേസിൽ സോഡിയം 1 ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് Na+ ആയിട്ട് മാറുന്നു. അപ്പോൾ സോഡിയമാണ് കാറ്റയോൺ. ക്ലോറിൻ 1 ഇലക്ട്രോണിനെ വാങ്ങി Cl- ആയിട്ട് മാറുന്നു. അപ്പോൾ ക്ലോറിനാണ് ആനയോൺ. ഇനി ഇങ്ങനെ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്തതിന് ശേഷം രണ്ടിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. അത് സ്റ്റേബിളായി ഇല്ലേ. അപ്പം Na+ Cl- അല്ലേ. ആ ഓപ്പോസിറ്റ് ചാർജിലെ രണ്ടെണ്ണം ഓപ്പോസിറ്റ് ചാർജസിനെ കമ്പൈൻ ചെയ്ത് നിർത്തുന്നു ഇല്ലേ. ഇങ്ങനെ അതായത് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് എന്താ? ഈസ് എ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി ഫോം ചെയ്യുന്ന ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണിക് ബോണ്ട്. ഇലക്ട്രോൺസ് കൊടുക്കൽ വാങ്ങലിലൂടെ സോഡിയം 1 ഇലക്ട്രോൺസിനെ കൊടുത്തു, ക്ലോറിൻ 1 ഇലക്ട്രോണിനെ വാങ്ങി. അപ്പോൾ കൊടുക്കൽ വാങ്ങൽ വഴി ഫോം ചെയ്യുന്ന ബോണ്ട്, അതായത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ വഴി ഫോം ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ടിനകത്ത് ഓപ്പോസിറ്റിൽ ചാർജ്ഡ് അയോൺസ് ഫോം ചെയ്യുന്നില്ലേ. കാറ്റയോണും ആനയോണും ആണ് ഫോം ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ, മഗ്നീഷ്യവും ഓക്സിജനും. മഗ്നീഷ്യത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. ഓക്സിജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ മഗ്നീഷ്യത്തിനുള്ള ടെൻഡൻസി എന്തോ? 2 ഇലക്ട്രോൺസിനെ ആർക്കെങ്കിലും കൊടുക്കണം. ഓക്സിജനുള്ള ടെൻഡൻസി എന്തോ? ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് 2 ഇലക്ട്രോണിനെ വാങ്ങണം. അപ്പോൾ 8 ആവും ഇല്ലേ. അപ്പോൾ എന്തോ ഇവ രണ്ടും കൂടെ കെമിക്കൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതായത് മഗ്നീഷ്യത്തിനകത്തുള്ള 2 ഇലക്ട്രോൺസിനെ ഓക്സിജന് കൊടുക്കും. 2 ഇലക്ട്രോൺസിനെ കൊടുക്കുമ്പോൾ അതിന് എത്ര പോസിറ്റീവ് ചാർജ് കിട്ടും? 2 ഇലക്ട്രോൺ ലോസ് ചെയ്തു, 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ 2 പോസിറ്റീവ് ചാർജ് ഫോം ചെയ്തില്ലേ. ഓക്സിജൻ എന്തോ ഈ മഗ്നീഷ്യത്തിൻ്റെ കയ്യിൽ നിന്ന് 2 ഇലക്ട്രോൺസിനെ വാങ്ങും. ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തു. ഗെയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ചാർജ് നെഗറ്റീവ് ചാർജ്. എത്ര ഇലക്ട്രോൺസിനെ വാങ്ങുന്നത്? 2 ഇലക്ട്രോൺസിനെ. അപ്പോൾ O2- മഗ്നീഷ്യത്തിന് ഓക്സിജന് 2 നെഗറ്റീവ് ചാർജ് കിട്ടും. ആഫ്റ്റർ ദി കെമിക്കൽ റിയാക്ഷൻ രണ്ടിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് തന്നെ ഉണ്ട്. ഇതാണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ വഴി ഫോം ചെയ്യുന്ന ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണിക് ബോണ്ട്. ഇലക്ട്രോൺസിനെ കൊടുക്കൽ വാങ്ങൽ വഴി. ആഫ്റ്റർ ദി റിസൾട്ട് ഓഫ് അയോണിക് ബോണ്ട് നമുക്ക് എന്താ ഫോം ചെയ്യുന്നത്? കാറ്റയോൺസ് ആൻഡ് ആനോൺ. പോസിറ്റീവ് ചാർജുള്ള അയോൺസും കിട്ടും, നെഗറ്റീവ് ചാർജുള്ള അയോൺസും കിട്ടും. നമുക്ക് കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ അയോണിക് ബോണ്ട് ആർ കോൾഡ് അയോണിക് കോമ്പൗണ്ട്സ്. ഇങ്ങനെ അയോണിക് ബോണ്ട് വഴി ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ വഴി ഫോം ചെയ്യുന്ന ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് അയോണിക് ബോണ്ട്. ഇനി അയോണിക് ബോണ്ടിങ് വഴി ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് അയോണിക് കോമ്പൗണ്ട്സ്. സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, അതെല്ലാം അയോണിക് കോമ്പൗണ്ട്സ്. അയോണിക് ബോണ്ട് വഴിയല്ലേ ഇത് ഫോം ചെയ്തത്, അതിനെ വിളിക്കുന്ന പേരാണ് അയോണിക് കോമ്പൗണ്ട്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ വഴി ഫോം ചെയ്യുന്ന ബോണ്ടാണ് അയോണിക് ബോണ്ട്. ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജ്. അതായത് അയോണിക് ബോണ്ട് വഴി കാറ്റയോൺസും ആനയോൺസും ഫോം ചെയ്യും. പോസിറ്റീവ് ചാർജുള്ള അയോൺസിനെ കാറ്റയോൺസും നെഗറ്റീവ് ചാർജുള്ള അയോൺസിനെ ആനയോൺസ് എന്ന് വിളിക്കും. ഇതാണ് അയോണിക് ബോണ്ട് എന്ന് വിളിക്കുന്നത്.